ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഒരു ഏരിയ ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ CMA മെറ്റീരിയൽ 8th ചാപ്റ്ററിലാണ് അത് പറയുന്നത്. അതിനകത്ത് 8th ചാപ്റ്ററിൽ 2 സെക്ഷൻസ് ആണ് നമുക്കുള്ളത്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആൻഡ് ക്രെഡിറ്റ് പോളിസി. ഓക്കെ, അപ്പോൾ CMA മെറ്റീരിയൽ 8th ചാപ്റ്ററിൽ 2 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, സെക്കൻഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് പോളിസി. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന, മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന 2 ടോപ്പിക്സ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാറി മാറിയാണ് എക്സാമിന് ചോദിക്കുന്നത്. ഒരു തവണ വർക്കിംഗ് ക്യാപിറ്റൽ ചോദിച്ചാൽ അടുത്ത തവണ ക്രെഡിറ്റ് പോളിസി ചോദിക്കും, ദെൻ അഗൈൻ വീണ്ടും വർക്കിംഗ് ക്യാപിറ്റൽ ചോദിക്കും. ഈ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് കണക്ക് പ്രോബ്ലംസ് വരുന്നത്. ദെൻ നമുക്ക് അതിൽ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ക്രെഡിറ്റ് പോളിസി എന്താന്ന് പറയാം. വാട്ട് ഈസ് ക്രെഡിറ്റ് പോളിസി എന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സെല്ലറാണ്. ഒരു ആസ് എ സെല്ലർ എനിക്ക് എന്തായിരുന്നാലും ക്യാഷ് സെയിൽസ്, ഒരു സെല്ലറെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് സെയിൽസും ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് സെയിൽസും ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു സെല്ലറുടെ ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും കൂടെ കൂട്ടുമ്പോഴേ അവന്റെ ടോട്ടൽ സെയിൽസ് ആകും. ഓക്കെ, അപ്പം ക്രെഡിറ്റ് സെയിൽസ് കൊടുക്കുമ്പോൾ നമുക്കിപ്പോൾ നോർമലി ഒരു വെറുതെ ഒരു ബേസിസും ഇല്ലാതെ വിത്തൗട്ട് ഹാവിങ് എനി ഇനഫ് ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒരു ക്രെഡിറ്റ് സെയിൽസ് നടത്തത്തില്ല. ഞാനിപ്പോൾ ഒരു സെല്ലർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കുറെ ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ എൻ്റെ കുറെ ക്രെഡിറ്റ് പോളിസീസ് ഒക്കെ ഉണ്ടായിരിക്കും. ക്രെഡിറ്റ് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻ്റെ ക്രെഡിറ്റ് പോളിസീസ് ഉണ്ടായിരിക്കും. ഓരോ ക്രെഡിറ്റ് പോളിസിയും ഞാൻ ഈവാലുവേറ്റ് ചെയ്തിട്ട് ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസി ഏതാണോ അതായിരിക്കും ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല. ഇപ്പോൾ ക്രെഡിറ്റ് പോളിസി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസിന്റെ സിറ്റുവേഷനിലാണ് നമുക്ക് ക്രെഡിറ്റ് പോളിസി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്ന സമയത്ത് നമുക്ക് കുറേ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പം എക്സാമ്പിൾ 1 lakh rupeesന്റെ ക്രെഡിറ്റ് സെയിൽസ് ഞാനാണ്. ഓക്കെ, ദെൻ ഞാൻ എന്നിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 1 month ടൈമാണ്. ഇന്നേ ദിവസം എൻ്റെ നിന്നും കസ്റ്റമേഴ്സ് കുറച്ച് സാധനം പർച്ചേസ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ 1 lakh rupeesന്റെ പ്രോഡക്റ്റ് ഞാൻ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ സെയിൽ ചെയ്ത പ്രോഡക്റ്റിന്റെ കാശ് എനിക്ക് തിരികെ തന്നാൽ മതി. ഓക്കെ, അതാണ് അവിടുത്തെ ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത്. 1 month ക്രെഡിറ്റ് ടേം എന്ന് പറയുന്നത് 1 month ആണ്. അപ്പോൾ നോർമലി ഈ ക്രെഡിറ്റ് സെയിൽസിന്റെ സിറ്റുവേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആസ് എ സെല്ലർ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ഒരു വർക്കിംഗ് ക്യാപിറ്റലൊക്കെ ഞാൻ വീണ്ടും അറേഞ്ച് ചെയ്യേണ്ടി വരും. എനിക്ക് കുറച്ചുകൂടി ഡെപ്റ്റ് ഒക്കെ ചിലപ്പോൾ ബിസിനസ് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അഡീഷണൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും ഞാൻ ക്രെഡിറ്റ് സെയിൽസ് എടുക്കുമ്പോൾ. ഈവൻ ക്യാഷ് സെയിൽസ് ആണ് ഞാൻ നടത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എനിക്ക് ഡയറക്റ്റ്ലി എനിക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. അപ്പോൾ ക്യാഷ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്ന സിറ്റുവേഷൻ എനിക്ക് 1 മാസമോ 2 മാസമോ കഴിഞ്ഞിട്ട് കസ്റ്റമേഴ്സ് എനിക്ക് ക്യാഷ് തരത്തുള്ളൂ, തിരികെ തരുള്ളൂ. ദെൻ അപ്പോൾ എനിക്ക് തിരികെ കിട്ടുന്ന ആ ഒരു ടൈമിനിടയിൽ വീണ്ടും വർക്കിംഗ് ക്യാപിറ്റൽ ഞാൻ മീറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിന് അഡീഷണൽ ഫണ്ട് റിക്വയർമെന്റ് എനിക്ക് ഉണ്ടാവും. ഈ സമയത്തെല്ലാം എൻ്റെ കയ്യിൽ ക്യാഷ് കാണത്തില്ല. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്യും, ഐ ഷുഡ് ഹാവ് ടു ഗോ ഫോർ ഡെപ്റ്റ് അഗെയിൻ. അപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഡെപ്റ്റിന്റെ കോസ്റ്റ് ഉണ്ടാവും, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എനിക്ക് ഞാൻ മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇനി അഡീഷണൽ വീണ്ടും ഫണ്ട് റിക്വയർമെന്റ് വരുന്ന സമയത്ത് വീണ്ടും ഫണ്ട് ഞാൻ റേസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ എനിക്ക് അഡീഷണൽ കുറേ എക്സ്പെൻസസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ആസ് എ സെല്ലർ ഞാൻ ഒന്നിൽ കൂടുതൽ ക്രെഡിറ്റ് പോളിസീസ് ഞാൻ എന്ത് ചെയ്യും, ഫ്രെയിം ചെയ്യും. ഓരോ ക്രെഡിറ്റ് പോളിസിയും ഞാൻ ഫ്രെയിം ചെയ്തതിനു ശേഷം ആഫ്റ്റർ ഫ്രെയിമിങ് ക്രെഡിറ്റ് പോളിസീസ് ഞാൻ ഓരോ ക്രെഡിറ്റ് പോളിസിയും 1 by 1 ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ബെസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസി ഏതാണോ ആ ക്രെഡിറ്റ് പോളിസി ഞാൻ എന്ത് ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യും എൻ്റെ ഓർഗനൈസേഷനിൽ. എന്നാൽ എനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്രെഡിറ്റ് പീരീഡിനിടയിൽ ഇപ്പം ഇൻ ബിറ്റ്വീൻ കസ്റ്റമേഴ്സ് ആൻഡ് സെല്ലർ, കസ്റ്റമർ 1 lakh rupeesന്റെ സാധനം ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ സെല്ലറിന്റെ നിലയിൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാകത്തില്ല. അപ്പോൾ കുറേ പ്ലാൻസ് ഉണ്ട്. ഇപ്പോൾ 1 മാസത്തെ പ്ലാൻ ആണ്, ചിലപ്പോൾ 2 മാസത്തെ പ്ലാൻ ആണ്, അത് 3 മാസത്തെ പ്ലാൻ ആണ്. അങ്ങനെ ഡിഫറെന്റ് ടേംസിലുള്ള പ്ലാൻസ് ആയിരിക്കും, ക്രെഡിറ്റ് പോളിസീസ് ആയിരിക്കും ഞാൻ വെച്ചേക്കുന്നത്. ഞാൻ ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എത്ര മാസം അല്ലെങ്കിൽ ഇതിൽ ഏത് ക്രെഡിറ്റ് പോളിസി ആണോ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത് ആ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് പോളിസി ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യും. ഇതാണ് സിംപ്ലി ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത്. ക്രെഡിറ്റ് പോളിസി എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലർ കസ്റ്റമറിന് സാധനം വിൽക്കുമ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് അവന് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് ക്രെഡിറ്റ് പോളിസി സെലക്ട് ചെയ്യണം എന്നുള്ള ഈവാലുവേഷൻ ആണ് ഇവിടെ ക്രെഡിറ്റ് പോളിസിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കൊരു മെറ്റീരിയലിന്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാം.
നോർമലി നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഇവിടെ പ്രോഫിറ്റ് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓരോ ക്രെഡിറ്റ് പോളിസിയും ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ടാവും എന്നാണ് നമുക്കിവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്ഡേറ്റഡ് മെറ്റീരിയൽ ഇല്ലുസ്ട്രേഷൻ നമ്പർ 12 പേജ് നമ്പർ 346 ഒരു പ്രോബ്ലം ഉണ്ട്, അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Gemini Products Limited is considering the revision of its credit policy with the view of increasing the sales and profit. Gemini Product Limited എന്ന് പറയുന്ന ഒരു സെല്ലറാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യാൻ പോവാണ്, അവരുടെ ക്രെഡിറ്റ് പോളിസി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പോകണം. അതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അവരുടെ സെയിൽസും കൂട്ടണം, പ്രോഫിറ്റും കൂട്ടണം. അതിന് വേണ്ടിയിട്ട് കുറെ ക്രെഡിറ്റ് പോളിസീസ് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. കറന്റ്ലി at its sales are on credit and the customers are giving 1 month time to settle the dues. അപ്പോൾ ഇപ്പോൾ നോർമലി ഒരു മാസം സമയമാണ് കസ്റ്റമേഴ്സിന് നോർമലി ക്രെഡിറ്റ് ടൈം ആയിട്ട് കൊടുക്കുന്നത്. കസ്റ്റമേഴ്സ് ഇപ്പോൾ സാധനം പർച്ചേസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ, പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ കൊണ്ടുപോയ ഒരു മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന ക്രെഡിറ്റ് എമൗണ്ട് തിരികെ റീപേയ്മെന്റ് നടത്തുന്നു. ഇറ്റ് ഹാസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് 40% ഓൺ സെയിൽസ്. ഇപ്പൊ നോർമലി 1 month ക്രെഡിറ്റ് പീരീഡിൽ അലോ ചെയ്യുന്ന സമയത്ത് സെയിൽസിന്റെ 40% ക്രെഡിറ്റ് കിട്ടുന്നു, കോൺട്രിബ്യൂഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ റേസ് അഡീഷണൽ ഫണ്ട് അറ്റ് എ കോസ്റ്റ് ഓഫ് 20% പെർ ആനം. അപ്പം പക്ഷെ ഇങ്ങനെ ഒരു മാസം ക്രെഡിറ്റ് ടൈം കൊടുക്കുമ്പോൾ, ക്രെഡിറ്റ് പീരീഡ് അലോ ചെയ്യുമ്പോൾ അവർക്ക് എഗെയിൻ ഒരു ഡെപ്റ്റ് ഫണ്ട് കൂടി അവർക്ക് റേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവർക്ക് അതിന് വേണ്ടിയിട്ട് ഒരു കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്ന ഒരു 20% അഡീഷണൽ എമൗണ്ട് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് the marketing director of the company has given the following options with draft estimate for consideration. മാർക്കറ്റിംഗ് ഡയറക്ടർ വന്നിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ക്വസ്റ്റ്യനില് നോർമലി കറണ്ട് പൊസിഷൻ ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3 അങ്ങനെ 3 കറണ്ട് പൊസിഷൻ പ്ലസ് ഒരു 3 പ്ലാൻസോടെ അല്ലെങ്കിൽ 3 ഓപ്ഷൻസോടെ തന്നിട്ടുണ്ട്. അതിൽ സെയിൽസ് ഉണ്ട്, ക്രെഡിറ്റ് പോളിസി ഉണ്ട്, ബാഡ് ഡെപ്റ്റിന്റെ സിറ്റുവേഷൻ ഉണ്ട്, കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ്, ദാറ്റ് ഈസ് ഇൻകം തന്നിട്ടുണ്ട്. കുറെ എക്സ്പെൻഡിച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കമ്പനിയുടെ പ്രോഫിറ്റ് ഓരോ ഓപ്ഷനിലും കമ്പനിക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് എത്ര നമ്മൾ സിംപ്ലി കമ്പ്യൂട്ട് ചെയ്താൽ മതി. സിംപ്ലി കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഇതിൽ ഏതായിരിക്കും അതായിരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം ബെസ്റ്റ് ക്രെഡിറ്റ് പോളിസി ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡിസിഷൻ എഴുതണം, നമ്മൾ സജസ്റ്റ് ചെയ്യണം. നമുക്ക് തുടങ്ങാം. നമുക്കിവിടെ ശരിക്കും പ്രോഫിറ്റബിലിറ്റി തന്നെയാണ് വേണ്ടത്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റിന്റെ സിറ്റുവേഷനിൽ നമുക്ക് നോർമലി ഒരു സ്റ്റേറ്റ്മെന്റ് വരച്ചു. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ ഓഫ് ക്രെഡിറ്റ് പോളിസീസ്, പർട്ടിക്കുലേഴ്സ് കോളം. ദെൻ നമുക്ക് കറണ്ട് പൊസിഷൻ, ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3. ഓക്കെ, അപ്പൊ ഈ കറണ്ട് പൊസിഷൻ ആണോ ഇനി നമ്മുടെ മാർക്കറ്റിംഗ് ഡയറക്ടർ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3 എന്ന് പറയുന്ന 3 ക്രെഡിറ്റ് പോളിസീസ് ആണോ, ഇതിൽ ഏതാണ് ബെറ്റർ എന്നാണ് നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടത്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസ് എന്ന് പറയുന്നത് 200 lakhs, ഈ ലാക്സിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സെയിൽസ് 200 lakh, 210, 220, then 250. then അവിടെ കോസ്റ്റിൽ തന്നിട്ടുണ്ട് പി വി റേഷ്യോ ഓർ കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത് 40% ഓഫ് സെയിൽസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് നോർമലി കോൺട്രിബ്യൂഷൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് കുറച്ചതിന് ശേഷമാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. സെയിൽസ് തന്നിട്ടുണ്ട്, പി വി റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പൊ പി വി റേഷ്യോ തന്നു കഴിഞ്ഞാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കമ്പ്യൂട്ട് ചെയ്യേണ്ട ഇക്വേഷൻ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗിന്റെ ഏരിയയിൽ ഡിസ്കസ് ചെയ്തതാണ്. വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു 100 മൈനസ് പി വി റേഷ്യോ ഓഫ് sales, that is equal to 100 minus 40 of
sales, that is 60% of sales ആയിരിക്കും വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെയിൽസ് തന്നിട്ടുണ്ട്, 40% ഓഫ് സെയിൽസ് ആണ് പി വി റേഷ്യോ എന്ന് പറഞ്ഞാൽ, റിമൈനിങ് 60% ഓഫ് സെയിൽസ് ആയിരിക്കും വേരിയബിൾ കോസ്റ്റ് ടു സെയിൽസ് റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ നമുക്കിവിടെ സെയിൽസ് തന്നിട്ടുണ്ട് 200, സെയിൽസിന്റെ 60% 120 lakhs എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ആണ്. 200ന്റെ 60% 120, then 210ന്റെ 60% 126, then 220യുടെ 60% 132, then 250ന്റെ 60% 150. ഓക്കെ, ഇത്രയും നമുക്ക് വേരിയബിൾ കോസ്റ്റ് ആണ്. സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. അഗൈൻ ഇവിടെ 80, ദെൻ നമുക്ക് 220 126 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 84 lakhs. ദെൻ നമുക്ക് 220 132 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 88 lakhs. ദെൻ 250 150 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 lakhs. ഇതാണ് നമുക്ക് കോൺട്രിബ്യൂഷൻ. ദെൻ കോൺട്രിബ്യൂഷൻ കിട്ടി. ഇനി നമുക്ക് എഗെയിൻ കുറച്ച് എക്സ്പെൻസസിന്റെ ഡീറ്റെയിൽസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ അഡീഷണൽ എക്സ്പെൻസസ് ഇൻകേർഡ് ആവുന്നതോടെ നമുക്ക് ലെസ് ചെയ്യണം, ലെസ് കോസ്റ്റ്. ദെൻ വന്നേക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഹാസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് 40% ഓഫ് സെയിൽസ്. സെയിൽസിന്റെ 40% ഇവിടെ കോൺട്രിബ്യൂഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 60% വേരിയബിൾ കോസ്റ്റ് ആണ്, ബാക്കി കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 40% ആണ്. ഓക്കെ, ആ 40% ആണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ അതിന്റെ റിമൈനിങ് പോർഷനിൽ പറയുന്നുണ്ട്, ക്രെഡിറ്റ് സെയിൽസിന്റെ ഭാഗമായിട്ടാണ് 40% കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ റേസ് അഡീഷണൽ ഫണ്ട് അറ്റ് എ കോസ്റ്റ് ഓഫ് 20% പെർ ആനം. ഓക്കെ, അപ്പം ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് ആണ് നടത്തുന്നത്. ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ സെയിൽസിന്റെ 40% നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നുണ്ട്. ദെൻ എഗെയിൻ നമുക്ക് ഒരു 20% അഡീഷണൽ ഫണ്ട് ഡെപ്റ്റ് ഫണ്ടായിട്ട് നമുക്ക് റേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് നടത്തുന്ന സമയത്ത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ക്യാഷ് കിട്ടത്തില്ല, അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മളൊരു ഡെപ്റ്റ് ഫണ്ട് നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എവിടെ നിന്നെങ്കിലും ഡെപ്റ്റ് എടുക്കേണ്ടി വരും. അതിന്റെ റീസൺ എന്ന് പറയുന്നത് സെയിൽസ് അഡീഷണൽ സെയിൽസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ അത് പർച്ചേസ് ചെയ്യണം, ഇല്ല എന്നുള്ളൊരു പ്രൊഡക്ഷൻ നടത്തണം. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഫണ്ടിന്റെ നീഡ് ഉണ്ടാവും. അപ്പോൾ അഡീഷണൽ ഫണ്ടിന്റെ നീഡ് വരുന്ന സിറ്റുവേഷനിൽ നമ്മളൊരു വി ഷുഡ് ഹാവ് ടു ഗോ ഫോർ ഡെപ്റ്റ്. ഓക്കെ, അങ്ങനെ ഒരു 20% കോസ്റ്റ് ഓഫ് ഡെപ്റ്റിന്റെ ബേസിൽ നമ്മൾ അഡീഷണൽ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. അതിന്റെ നമുക്ക് ഓരോ സിറ്റുവേഷനിലും നമുക്ക് അതിന്റെ കോസ്റ്റ് കാണും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്ലസ് കോസ്റ്റ് ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഡെപ്റ്റേഴ്സ് ബാലൻസ്. കോസ്റ്റ് ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഡെപ്റ്റേഴ്സ് ബാലൻസ്. വർക്കിംഗ് നോട്ട് 1. Okay, then working note 1, cost of fund at current position. Current position 200 lakh ആണ് ഇവിടുത്തെ സെയിൽസ് എന്ന് പറയുന്നത്. അതിന്റെ 20% ആണ് നമുക്ക് ഫണ്ട് റൈസ് ചെയ്യുന്നത്. നമുക്കിവിടെ ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്നത് 1 month ആണ്. കസ്റ്റമേഴ്സിന് സെല്ലർ അലോ ചെയ്യുന്ന ക്രെഡിറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ 1 month ആണ്. ഈ ഒരു മാസത്തേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ അഡീഷണൽ ഡെപ്റ്റ് ഫണ്ട് റേസ് ചെയ്യേണ്ടത്. അപ്പൊ 20% എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇവിടുത്തെ ഒരു മാസത്തേക്കുള്ളതാണ്. അതിനെ 1 മാസത്തേക്കോട്ട് ആക്കിയാൽ മതി. അപ്പൊ ഇൻറ്റു 1/12. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു മാസത്തേക്ക് മാത്രമേ ഫണ്ടിന്റെ ആവശ്യമുള്ളൂ. ഒരു മാസം കഴിയുമ്പോൾ കസ്റ്റമർ നമുക്ക് ക്യാഷ് തരും എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഒരു വർഷത്തേക്കാണ് 20% കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് വരുന്നത്. നമുക്ക് ഒരു വർഷത്തേക്ക് ആ ഫണ്ടിന്റെ ആവശ്യമില്ല. ആ ഒരു വർഷത്തേക്ക് 20% ആണെന്നുണ്ടെങ്കിൽ 1 മന്തിലത്തേക്ക് എത്ര വരും എന്ന് കമ്പ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, കമ്പ്യൂട്ട് ചെയ്യാം. 200 into 20% into 1/12. That is 3.33 lakhs. 3.33 lakhs. Then option 1. ഓപ്ഷൻ 1 സെയിൽസ് എന്ന് പറയുന്നത് 210 ആണ്. അതിന്റെ 20% നമുക്ക് ഫണ്ട് റേസ് ചെയ്യേണ്ടി വരും. അത് ഇൻറ്റു അതിന്റെ ക്രെഡിറ്റ് പീരീഡ് ആയ 1.5 months, അതായത് 1.5 months ആണ്. 1.5 months divided by 12. ഓക്കെ, അത് നമുക്കൊന്ന് കമ്പ്യൂട്ട് ചെയ്യാം. 210 into 20% into 1.5 divided by 12. That is 5.25 lakhs. 5.25 lakhs. Then option 2. 220 into 20% into അവിടുത്തെ ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്നത് 2 months ആണ്. ഇൻറ്റു 2 divided by 12.
220 into 20% into 2 divided by 12. 7.33. 7.33 lakhs. Okay. Then option 3, that is the last option. അവിടുത്തെ ഓപ്ഷൻ 3യിലെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 250 ലാക്സ് ആണ്. 250 into 20 divided by 100 into ക്രെഡിറ്റ് പീരീഡ് എന്ന് പറയുന്നത് 3 months ആണ്. ദാറ്റ് ഈസ് 3 divided by 12 months. 250 into 20%. 20% into 3 divided by 12. 12.5. 12.5 lakhs. ഓക്കെ, ഇത്രയാണ് നമുക്ക് അവിടുത്തെ വർക്കിംഗ് നോട്ട് കോസ്റ്റ് ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഡെപ്റ്റേഴ്സ് ബാലൻസ്. ഡെപ്റ്റേഴ്സ് ബാലൻസിൽ നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ഈ കമ്പ്യൂട്ടേഷൻ ആണ് ഈ ക്വസ്റ്റ്യനിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, മീനിങ് ഫുള്ളി നമ്മൾ ഇത് മനസ്സിലാക്കി ചെയ്യണം, എന്നാൽ മാത്രമേ വരുള്ളൂ. ഇതിന്റെ മീനിങ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. വേറൊന്നുമില്ല, നമുക്ക് ഇവിടെ ഒരു ക്രെഡിറ്റ് പീരീഡ് അലോ ചെയ്യുന്നുണ്ട്. 1 month, 1.5 month, 2 months, 3 months ഒക്കെ നമ്മൾ ഓരോ ഓപ്ഷനിലും ക്രെഡിറ്റ് പീരീഡ് അലോ ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്രെഡിറ്റ് പീരീഡ് അലോ ചെയ്യുമ്പോൾ ഈ കസ്റ്റമേഴ്സ് നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ട് നമുക്ക് ഈ ക്യാഷ് തിരികെ തരുന്നത് ഇത്രയും ഒരു പീരീഡ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ടൈമിലത്തേക്ക് ആസ് എ സെല്ലർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ നമ്മൾ വീണ്ടും ഫണ്ട് റേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ ഈ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് പൈസ കാശ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ക്യാഷ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അഡീഷണൽ ഫണ്ട്, ഡെപ്റ്റ് ഫണ്ട് റേസ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആകുന്ന അഡീഷണൽ കോസ്റ്റ് ആണ് ഇത്രയൊരു കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കോസ്റ്റ് ആണ്, പ്രോഫിറ്റിന് ലെസ് ആണ്. Then 3.33 lakh, 5.25, 7.33, then 12.5 lakh. Then നമുക്ക് വരുന്നത് ബാഡ് ഡെപ്റ്റ് ആണ്. ബാഡ് ഡെപ്റ്റ് കോസ്റ്റിൽ തന്നിട്ടുണ്ട് വർക്കിംഗ് നോട്ട് 2. വർക്കിംഗ് നോട്ട് 2 ബാഡ് ഡെപ്റ്റ്സ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. കറണ്ട് പൊസിഷനിൽ 200 lakhs ആണ് അതിന്റെ സെയിൽസ് എന്ന് പറയുന്നത്. ക്വസ്റ്റിന് തന്നിരിക്കുന്നത് പെർസെന്റേജ് ഓഫ് സെയിൽസ് ആണ്. അവിടെ 2% ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇൻറ്റു 2 divided by 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ദെൻ ഓപ്ഷൻ 1 വരുന്നത് 210 into 2.5 divided by 100, that is 210 into 2.5%, 5.25 lakhs. Then option 2, 220 into 3 divided by 100, that is അതിന്റെ 3% ആണ്. അത് 6.60 lakhs എന്ന് വരും. 6.6 lakh. Then option 3, 250 into 5 divided by 100. Okay, 250 into 5%, that is 12.5 lakh. 5 lakh. ഇത് ബാഡ് ഡെപ്റ്റ് ആണ്. ബാഡ് ഡെപ്റ്റ് എപ്പോഴും റൈസ് ആവുന്നത് ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോഴാണ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് നോർമലി നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് നടത്തുമ്പോൾ ഇത്ര പെർസെൻറ്റേജ് നമുക്ക് ബാഡ് ഡെപ്റ്റ് റൈസ് ആവും എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് നമ്മുടെ എക്സ്പെൻസ് ആണ്. കാരണം ഓപ്പറേറ്റിംഗ് റവന്യൂ അല്ലെങ്കിൽ സെയിൽസിൽ നിന്ന് നമുക്ക് ലെസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ്. കാര്യം ബാഡ് ഡെപ്റ്റ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. എപ്പോഴും ആക്ച്വൽ ബാഡ് ഡെപ്റ്റ് ആണത്. അപ്പോൾ അത് പെർസെൻറ്റേജിലാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രോഫിറ്റിൽ കുറയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ബാഡ് ഡെപ്റ്റ് റൈസ് ആവുന്നത്. Then for 5.25 lakh, 6.6 lakh, 12.5 lakh. Then നമുക്ക് ഇനി ഒരു കോസ്റ്റ് കൂടെ ഇവിടെ ഉള്ളൂ. കോസ്റ്റ് ഓഫ് ക്രെഡിറ്റ് അഡ്മിനിസ്ട്രേഷൻ. ക്രെഡിറ്റ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഇൻ ലാക്സിൽ കോസ്റ്റിൽ തന്നിട്ടുണ്ട്. 1.2 lakhs, 1.3 lakhs, then 1.5 lakhs, then 3 lakhs. ഓക്കെ, ഇത്രയും കോസ്റ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. നമുക്ക് കോൺട്രിബ്യൂഷനിൽ നിന്ന് നമുക്ക് ലെസ് ചെയ്യേണ്ട കോസ്റ്റ് ആണ് ഇത്രയും. കോൺട്രിബ്യൂഷനിൽ നമുക്ക് അഡീഷണൽ കോസ്റ്റ് കൊടുത്ത് ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് അറിയാവുന്നത്. ഇപ്പോൾ പ്രോഫിറ്റ് ആണ് ഇതിൽ നമുക്ക് എഴുതേണ്ടത്, അല്ലെങ്കിൽ നെറ്റ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് നമുക്ക് പറയാം. പ്രോഫിറ്റ് ആണ്. ദെൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 80 ഇത്ര എക്സ്പെൻസസ് നമുക്ക് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 71.47 lakhs നെറ്റ് കോൺട്രിബ്യൂഷൻ കിട്ടും. ദെൻ അഗെയിൻ 72.8020 കിട്ടും. ദെൻ ഓപ്ഷൻ 2 നമുക്ക് 72.57 കിട്ടും. ദെൻ ഓപ്ഷൻ 3 നമുക്ക് 72 lakhs ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ ഓപ്ഷൻസിൻ്റെയും പ്രോഫിറ്റ് നോക്കുമ്പോൾ
ഓപ്ഷൻ 2-ലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ളത്. 72.57 lakhs ആണ് നമുക്ക് നെറ്റ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ അനാലിസിസ് എഴുതണം. അനാലിസിസ് എഴുതേണ്ടത് ഹിയർ വൈൽ കൺസിഡറിംഗ് ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ഡിഫറെന്റ് ഓപ്ഷൻസ്, ഓപ്ഷൻ 2 ഷോസ് ഹയർ നെറ്റ് കോൺട്രിബ്യൂഷൻ ഓർ ഹയർ നെറ്റ് പ്രോഫിറ്റ്, സോ ഇറ്റ് ഈസ് സജസ്റ്റഡ് ടു ഓപ്റ്റ് ദ ക്രെഡിറ്റ് പോളിസി ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, ഓപ്ഷൻ നമ്മൾ ക്രെഡിറ്റ് പോളിസിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഫൈനൽ ആൻസറിൽ നമ്മൾ എഴുതുമ്പോൾ ഏത് ഓപ്ഷനിലാണോ കൂടുതൽ പ്രോഫിറ്റ് കണ്ടേക്കുന്നത് ആ ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ക്രെഡിറ്റ് പോളിസി അനാലിസിസ് വെക്കുമ്പോഴാണ് അതിന്റെ ഫുൾ ആൻസർ ആവുന്നത്. ഓക്കെ, താങ്ക് യു.